ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറേയധികം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കുറേയേറെ ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ അനുവദിക്കൂ. ഇത് എന്ത് ചോദ്യമാണ് സാർ? ഇത് റിപ്പോർട്ട് ചെയ്ത മീഡിയ, ആ മീഡിയ അങ്ങനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താ ഇപ്പം ഇദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ചോദിക്കണ ചോദ്യം എന്താ അറിയോ? അങ്ങനെ ബഹുഭാര്യത്വമാകാമെങ്കിൽ ബഹുഭർത്തൃത്വം എന്തുകൊണ്ടായിക്കൂടാ? വലിയ ചോദ്യമായിട്ട് പറയാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വിവരമില്ലായ്മയാണ്. അത് യാതൊരു തർക്കമല്ല. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഒരു പരിഹാരമാണ്. ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ആ സ്ത്രീയെ വലിച്ചഴക്കുക. ഒരു സ്ത്രീനെ ഇപ്പം 4 ആൾ കല്യാണം കഴിച്ചു വിചാരിക്കുക. അവൾ ഗർഭിണിയായി, 4 ആളും പറയും ഇൻ്റെതല്ല, പരിചരിക്കാൻ ആളുണ്ടാവില്ല. അതിലൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ 4 ആളും തമ്മിൽ തർക്കിക്കും. ഇതാരെ കുട്ടിയെന്ന് പറയാൻ കഴിയില്ല. ഒരു DNA ടെസ്റ്റിലൊക്കെ ഒരു കുട്ടിനെ പിതാവ് എത്ര വൈകാരിക ബന്ധം ഉണ്ടാകുക മനസ്സിലാക്കാവുന്നതിലുള്ളൂ. അതേപോലെ തന്നെ അനന്തരാവകാശത്തിന്റെ പ്രശ്നം വന്നു. അതിന്റെ കുട്ടിയിൽ എൻ്റെ സ്വത്ത് കൊടുക്കൂല അറിയും. അവിടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും വരും. അതേപോലെ തന്നെ വാർദ്ധക്യ കാലത്തുള്ള സംരക്ഷണത്തിന്റെ പ്രശ്നം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുക? ഒരു സ്ത്രീന് ഒന്നിലധികം ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചുണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടാവും, സ്ത്രീക്കും സമാനമായ പ്രശ്നം ഉണ്ടായിക്കൂടെ? സ്ത്രീക്കും ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൂടെ? അപ്പോൾ അവൾക്കും പരിഹാരം വേണ്ടേ എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ ആവശ്യമായി വരില്ല. അപ്പോൾ അവളെ ശാരീരിക പ്രകൃതി അനുസരിച്ച് ഇപ്പോൾ ഒരു മാസത്തിൽ അവൾ കുറച്ച് കാലം ആർത്തവത്തിന്റെ കാലമാണ്, പിന്നെ അവൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കാലം അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ പുരുഷന് ഇതൊന്നുമില്ല. അതുകൊണ്ട് അവൻ ഏത് സമയത്തും ലൈംഗികമായ ആവശ്യങ്ങൾ ഉണ്ടാവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവൾ അതിന് സന്നദ്ധമാകുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നിലധികം ഭർത്താക്കന്മാരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പ്രകൃതിയാ തന്നെ ജൈവശാസ്ത്രപരമായിട്ട് തന്നെ സ്ത്രീകൾക്ക് എന്തുണ്ട്, അതിൽ പരിമിതികളുണ്ട്. പിന്നെ ആളുകൾ പറയാറുള്ള പുരുഷന്മാർക്ക് വല്ല ലൈംഗിക ശേഷി ഇല്ലാത്ത പുരുഷന്മാര്, അസുഖമുള്ള ആൾക്കാർ. അപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് കാലാകാലം അയാളെ നോക്കി ഇങ്ങനെ നടക്കുക. പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യുക? സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യുക. അത് അനീതിയല്ലേ? അങ്ങനെ ഒരു സ്ത്രീക്ക് ഈ ഭർത്താവിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ട വൈകാരികമായ കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇസ്ലാം അതിനെന്തുണ്ട്? വിവാഹമോചനം ആവശ്യപ്പെടാം. ആ വിവാഹമോചനം എടുത്ത് അവൾക്ക് എന്ത് ചെയ്യുക? വേറെ വിവാഹം കഴിക്കാം, പ്രശ്നം പരിഹരിക്കാം. അല്ലാതെ ഒരു സ്ത്രീനെ എല്ലാവരും പാടെ കിട്ടി അവളെ ഭാവി കുളം തോണ്ടുക എന്നുള്ളതും അവളിൽ ഉണ്ടാകുന്ന കുട്ടികളെ അനാഥമാക്കുക എന്നുള്ളതും ഇസ്ലാം ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം.